السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. പ്രിയമുള്ളവരെ, ഈ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഞാനിൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്കറിയുമോ എനിക്കറിയില്ല. ഈ പള്ളിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു അല്ലേ. ചെറിയൊരു ഓടിട്ട ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു തോന്നുന്നത്. 2007 അന്ന് ഞാൻ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് റമദാൻ മാസത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഡോക്ടർ സുഫിയാൻ അബ്ദുൽ സത്താറായിരുന്നു. നിയാസ്കൊക്കെ എന്തായാലും ഓർമ്മ. അന്ന് ഇവിടെ കിനാലൂറുള്ളൊരു സാജിദും അതുപോലെ ഞാൻ കപ്പക്കൽ പള്ളിയിൽ ഇമാമൊക്കെ ആയിട്ട് റമദാനിന് വന്നിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഈ ഒരു സ്ഥലത്തോടൊരു ആത്മബന്ധം എപ്പോഴും വരുന്ന സമയത്ത് എനിക്കത് ഓർമ്മ ഉണ്ട്. നിങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രം സന്തോഷമാണ്. ഏതായിരുന്നാലും അഹമ്മദ് കുട്ടി മദനി സാറ് അദ്ദേഹം പെട്ടെന്ന് മലപ്പുറത്ത് പരിപാടിക്ക് പങ്കെടുക്കണം എന്നതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടുള്ളത്. ക്ലാസ്സുകൾ മുടങ്ങി പോകരുതല്ലോ. ആ ഒരു QLSലേക്ക് ഞാൻ പോകുന്നില്ല, മറിച്ച് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമസ്കാരമാണ്. നമ്മളൊക്കെയും ചെറുപ്പം തൊട്ട് കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെയും കൃത്യമായി നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാലും നാം ആലോചിക്കേണ്ടത്, നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ആ ഒരു ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമസ്കാരം എന്ന് പറയുന്നത് കൺകുളിർമയാണ്. ആ ഒരു രീതിയിലുള്ള കൺകുളിർമ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനകളും അതിൻ്റെ രൂപങ്ങളും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിനപ്പുറം നമസ്കാരത്തിന് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്ര നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ എന്താക്കലാണ്? ചൊല്ലലാണ് അല്ലേ. മക്കളോടൊക്കെ ആയാലും ആരോടായാലും നമ്മൾ ചോദിക്കും, സുജൂദിൽ എന്താ ചൊല്ലുക, റുക്കൂയിൽ എന്താ ചൊല്ലുക, അങ്ങനെ തന്നെയല്ലേ. പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലി തീർക്കുന്ന ഒരു യാന്ത്രികമായി പോകുന്നൊരു സംഗതി ആയി മാറിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായി നാം പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. പരലോകത്ത് വിജയിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതിലൊന്നാമതായി പറഞ്ഞത്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉ പാലിച്ചവരാണ്, ഭയഭക്തി പാലിച്ചവരാണ്. എപ്പോഴാണ് നമുക്ക് ഖുശൂ ഉണ്ടാവുക? നേരത്തെ പറയുന്നതിലേക്ക് വരാം. ചൊല്ലി തീർക്കുന്നൊരു സംഗതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു 500
കിഴങ്ങ് ഇങ്ങനെ ചൊല്ലിയാൽ നമുക്ക് കിട്ടുമോ? ഒരു ചോദ്യമാണ്. നിയാസ്കൻ്റെ പീടിയ അവിടെ ഉണ്ട്, അവിടെ പോയിട്ട് ഒരു 500 കിഴങ്ങിങ്ങനെ ചൊല്ലിയാൽ, പുറത്തുനിന്ന് ഇങ്ങനെ ചൊല്ലിയാൽ കിട്ടുമോ? കിട്ടൂല. എന്ത് വേണം കിട്ടണമെങ്കിൽ? ആ കടയിൽ ആരാണോ നിൽക്കുന്നത്, ആരാണ് ഇരിക്കുന്നത്, അയാളോട് ചോദിക്കണം, അല്ലെങ്കിൽ പറയണം, എന്നാലത് കിട്ടുള്ളൂ. ഒരു പീടികയിൽ പോയി ചൊല്ലുന്നൊരു സാധനം കിട്ടാത്തതാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചൊല്ലി തീർത്തത് കൊണ്ടൊന്നുമില്ല, കാര്യമില്ല. വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. പക്ഷെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങളും നമസ്കരിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുക തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുക സലാം വീട്ടുന്നത് വരെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലി തീർത്ത് ഇങ്ങനെ പോവുകയാണ്, അല്ലേ? ശരിക്കൊന്നും ആലോചിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമസ്കാരത്തിൻ്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നേട്ടം നമുക്ക് കിട്ടാത്തത്. നമസ്കാരത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്നാണ്. അങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട്. എന്നും കൃത്യമായി നമസ്കരിക്കുന്ന നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ആ നമസ്കാരം നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരം സ്വീകരിക്കപ്പെട്ടോ, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുവോ എന്ന് നമുക്ക് എന്താക്കാൻ കഴിയും? നമുക്കത് തീരുമാനിക്കാൻ പറ്റും. എങ്ങനെ തീരുമാനിക്കുക? എൻ്റെ ജീവിതം പരിശോധിച്ചാൽ മതി. ജീവിതത്തിൽ തെറ്റുകൾ വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ നമസ്കാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം പറഞ്ഞത് എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും നമസ്കാരം നമ്മളെ തടഞ്ഞു നിർത്തുമെന്നാണ്. അങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കണമെങ്കിൽ നമസ്കാരത്തിൽ പറയുന്ന ഓരോ പ്രാർത്ഥനകളും ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ആശയതലമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമസ്കാരം എന്നത് എന്നെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന എൻ്റെ റബ്ബ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ സംസാരിക്കുകയാണ്. എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടോ നമസ്കാരത്തിൽ? അതിനുള്ള സമയം നമുക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണം, അല്ലേ? ഒന്ന് തുടക്കം മുതൽ എടുത്ത് നോക്കി. എന്തെല്ലാം പ്രാർത്ഥനകൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ, മനസ്സിലേക്ക് വരണം. അല്ലാഹു തന്നെയാണ് ഏറ്റവും വലിയവൻ. ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. അള്ളാഹുവിൻ്റെ കീഴിലാണ് എല്ലാം വരുന്നത് എന്നൊരു ആശയം മനസ്സിലേക്ക് വരുമ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ നമുക്ക് കൺകുളിർമ ആ ആരംഭത്തിൽ തന്നെ ലഭിക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് തുടങ്ങി പ്രാർത്ഥന. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. എന്താണ്? അല്ലെങ്കിൽ ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദി, ഏതാണെങ്കിലും ആ പ്രാർത്ഥനയുടെ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അല്ലാഹുവേ, കിഴക്കിനെയും അതുപോലെ പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ. കിഴക്കും പടിഞ്ഞാറും എന്താണ്? നല്ല അകൽച്ചയാണ്. ഒരു കാരണവശാലും രണ്ടും ഒരുമിക്കുകയില്ല. പഠിച്ചവനെ, അതുപോലെ എൻ്റെയും എൻ്റെ പാപങ്ങൾ തമ്മിലും നീ അകൽച്ച ഉണ്ടാക്കണമേ എന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നോക്കി. നമസ്കാരത്തിൽ എന്താവില്ല? ശ്രദ്ധ തെറ്റൂല, അല്ലേ? നമസ്കാരം ആരംഭിച്ചാലാണ് പലപ്പോഴും നേരത്തെ മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ ഓർക്കും ഓരോ സംഗതികൾ. അതോടൊപ്പം തന്നെ നമസ്കാരം ഇങ്ങനെ യാന്ത്രികമായി നിർവഹിച്ചു പോകും.
പലപ്പോഴും നമസ്കാരത്തിന് ഇടയ്ക്ക് വെച്ചാണ് പലപ്പോഴും നമുക്ക് ഓർമ്മ വരാം, ഞാൻ നിസ്കാരത്തിലാണ്. അപ്പോൾ തോന്നും റക്അത്ത് 3ആണോ 4ആയോ, നേരാ തോന്നുക. പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ അർത്ഥസഹിതം നമ്മൾ പറയണം. ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് നമ്മൾ അല്ലാഹുവിനോട് ഒരു രഹസ്യ സംഭാഷണം നടത്തുന്നത്. സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ അല്ലാഹുവിനോട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അല്ലേ, ഈ ലോകത്തുള്ളതിൽ വെച്ച് എല്ലാ സ്തുതികളും അതിനർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, മനസ്സറിഞ്ഞ് പറയുന്ന സമയത്താണ് ഉടനടി അള്ളാഹുവിൻ്റെ മറുപടി വരുന്നുണ്ട്. എന്താ? ഹമദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് നമുക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ മനസ്സുകൊണ്ട് അത് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഹമദനി അബ്ദി, വളരെ സ്നേഹത്തോടു കൂടി അള്ളാഹ് പറയാ, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന സമയത്തും അള്ളാഹ് പറയുന്നുണ്ട്, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, അള്ളാഹ് പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്തും അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് ചിലത് പറയുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നമുക്ക് സമയമില്ല എന്നതുകൊണ്ടാണ്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് വന്ന് ചെയ്തു പോകുന്ന ഒരു കർമ്മമായി മാറി നമ്മുടെ നമസ്കാരം എന്നതുകൊണ്ട് മാത്രമാണത്. അതല്ലാതെ കൃത്യമായി സമയം കണ്ടെത്തി എന്താണ് നമസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം, അതിനുള്ള കൃത്യമായ സമയം നമ്മുടെ മുമ്പിലുണ്ടോ എങ്കിൽ സമാധാനത്തോടു കൂടി നമസ്കരിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെയാണ് റുകൂഉം സുജൂദൊക്കെ. അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് റുകൂയിലേക്ക് പോകും. അതിങ്ങനെ ഓരോന്നും ചിന്തകൾ മാത്രം ഇട്ടിങ്ങനെ പോവുകയാണ്. സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന എന്താണ്? പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അൽ അദീം, ആരാണ്? മഹാനായ. സുബ്ഹാന റബ്ബിയൽ അദീം, മഹാനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. മഹാനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുന്ന മനസ്സറിഞ്ഞ് പറയുമ്പോൾ അൽ അദീമാണ് അള്ളാഹു, മഹാനാണ്, അവനേക്കാൾ മഹാനായ മറ്റാരുമില്ല എന്ന് മനസ്സിലേക്ക് ആ ഒരു ആശയം ഉള്ളിലേക്ക് വരണം. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും സുജൂദ്, നമസ്കാരത്തിലെ അള്ളാഹുവിനോട് ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സുജൂദിലെ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ആശയം വരണം. അള്ളാഹുവാണ് പരിശുദ്ധൻ, അള്ളാഹു മഹാനാണ്, അള്ളാഹു അത്യുന്നതനാണ് എന്നൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. പിന്നെയോ സുജൂദിൻ്റെ 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥന, അതിൽ നമ്മൾ എന്താ പറയുന്നത്? പലപ്പോഴും മക്കളോട് ചോദിക്കുമ്പോൾ എന്താ 2 സുജൂദിൻ്റെ ഇടയിലുള്ള യർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ ചോദിക്കുന്ന സമയത്ത് മക്കളൊക്കെ പറയും, ഒന്ന് സുജൂദ് പോയി നോക്കട്ടെ എന്ന് പറയും. എന്താ? ആ ഒരു സന്ദർഭത്തിൽ യാന്ത്രികമായി നമ്മൾ നാവിലേക്ക് ഇങ്ങനെ വരും, അത് ചെയ്യുമ്പോഴേ വരൂ. അല്ലാത്ത സന്ദർഭത്തിൽ ചോദിച്ചാൽ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മുഴുവനും നമുക്ക് കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. എന്താ നമ്മൾ പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും
ആ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. ഏതാ സന്ദർഭം ആലോചിച്ച് നോക്കി. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനെ വേണ്ടുവോളം പുകഴ്ത്തി പ്രാർത്ഥിച്ച് വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി സുജൂദിലും ഇഅ്തിദാലിലും റുകൂഇലൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഇരുന്ന് ചോദിക്കുന്ന ആ ഒരു വേളയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ അത്രയും ഇങ്ങനെ പുകഴ്ത്തിയ സന്ദർഭത്തിൽ പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടൊരു കാര്യം ചോദിച്ചാൽ കിട്ടാതിരിക്കുമോ? ഇല്ല, എന്തായാലും കിട്ടും. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഒരാളുടെ സോപ്പിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാര്യം സാധിച്ച് കിട്ടും. മക്കളൊക്കെ രക്ഷിതാക്കളോട് അങ്ങനെ ചെയ്യുക അല്ലേ? അള്ളാഹുവിനെ ഇങ്ങനെ വേണ്ടുവോളം പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൂടെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്തായാലും പടച്ചവൻ തരാതിരിക്കില്ല. പക്ഷേ ആ ഒരു രീതിയിൽ നമ്മൾ ചോദിക്കണം എന്ന് മാത്രം ചോദിച്ചിട്ടില്ലല്ലോ. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? 7 കാര്യങ്ങൾ ആ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 7 കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നമസ്കാരം ജമാഅത്തായാലും മറ്റു ആക്കായാലും ആ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിന് എത്ര സമയം നമ്മൾ കൊടുക്കുന്നത്? ഒന്ന് പറയുമോ? എത്ര സമയം കൊടുക്കുന്നത്? വളരെ ചുരുങ്ങിയ സമയം, 3-4 സെക്കൻഡ് ആയാലായി അല്ലേ? പക്ഷേ ഈ 7 കാര്യങ്ങൾ ചോദിക്കാൻ ആ ഒരു സമയം മതിയാവുമോ? മതിയാവില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ടാകും. കാരണം ഇമാം എങ്ങനെയാണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ചെയ്തിരിക്കണം. അത് എത്ര സ്ലോ ആണെങ്കിലും എത്ര സ്പീഡിലാണെങ്കിലും. പക്ഷേ ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷവും മുമ്പും നമ്മൾ സ്വന്തമായി നിർവഹിക്കുന്ന നമസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരം. പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ പകുതി മതി എന്തിന്? സുന്നത്ത് നിസ്കാരത്തിന്. കാരണം അത് 2 റക്അത്തേ ഉള്ളൂ. മാത്രമല്ല എവിടെക്കോ നമ്മൾ കേട്ട് പരിചയിച്ചു, എന്ത് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, തുടക്കത്തിൽ പ്രാർത്ഥന പറയേണ്ടതില്ല അല്ലേ? അത്തഹിയാത്തിൽ സ്വലാത്ത് വരെ പറഞ്ഞാൽ മതി, സ്വലാത്തിന് ശേഷമുള്ള 3-4 പ്രാർത്ഥനകൾ പറയേണ്ടതില്ല. അങ്ങനെ നമ്മൾ കേട്ട് കൊടുക്കുമ്പോൾ അതുപോലെ ഫാത്തിഹയ്ക്ക് ശേഷമല്ല സൂറത്ത് നമ്മൾ ഓതേണ്ടതില്ല. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ സുന്നത്ത് നിസ്കാരം? അല്ല. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് വേണ്ടുവോളം സമയമുണ്ട്. പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരാൾ നമ്മളെ നിയന്ത്രിക്കാനില്ലല്ലോ, ഇമാമില്ലല്ലോ. അതുകൊണ്ട് ഒരു വേള ഫർദ് നമസ്കാരത്തിനേക്കാൾ കൂടുതൽ സമയം സുന്നത്ത് നമസ്കാരത്തിന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതിലെ പ്രാരംഭ പ്രാർത്ഥനയും ഒക്കെ അർത്ഥസഹിതം എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു നോക്കി. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ള കൺകുളിർമ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിക്കണം, ചെയ്തു നോക്കണം. അതിനെന്ത് വേണം? നമുക്ക് സമയം വേണം, കൃത്യമായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞത്. 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലാണ് 7 കാര്യങ്ങൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? റബ്ബി ഗഫിർലി, എന്താ? അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരയണമേ എന്ന്. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. എന്താ പുറത്തു തരേണ്ടത്? ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ ബോധിപ്പിക്കാനുണ്ടാവും. വ്യക്തിപരമായ കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അല്ലാഹുവേ നീയല്ലാതെ അത് പുറത്തു തരാൻ മറ്റാരുമില്ല. അതുകൊണ്ട് പടച്ചവനെ റബ്ബി ഗഫിർലി, എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരയണമേ എന്ന്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള പോരായ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോഴേ അത് മനസ്സറിഞ്ഞ് പടച്ചവനോട് പറയാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുന്നത്? വർഹംനി, അല്ലേ? അല്ലാഹുവേ നീ എനിക്ക് എന്ത് ചെയ്യണം? കാരുണ്യം കാണിക്കണം, കരുണ ചെയ്യണം. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വിശാലമായ ആ ഒരു കാരുണ്യത്തിൻ്റെ ആശയം വരേണ്ടതുണ്ട്.
അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളും നടക്കുന്നത്. നിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഇവിടെ ഒന്നും സാധ്യമില്ല. അതുകൊണ്ട് പടച്ചവനെ, നീ എനിക്ക് കാരുണ്യം ചൊരിയണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തേതോ വജ്ബുർനി, എന്താ? പരിഹാരം നൽകണമെന്നാണ്. ജബറ എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു എന്ന്. എന്തിനാ പരിഹാരം നൽകേണ്ടത്? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്നവൻ അല്ലാഹുവേ നീ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണമേ എന്ന്. പിന്നെയോ നാലാമത്തേത് വർഫഅനി. ഓർഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. വർഫഅനി, നീ എന്നെ ഉയർത്തണം. ഉയർത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനം നീ ഉയർത്തേണമേ, ഇഹത്തിലും പരത്തിലും. ഇഹലോക ജീവിതത്തിൽ സാമൂഹികമായിട്ടാണ് ജീവിക്കുന്നത്. ആളുകൾക്കിടയിൽ പലപ്പോഴും ഞാൻ എന്തായി പോകുന്നുണ്ട്? തരം താഴ്ന്നു പോകുന്നുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ പക്വമായ രീതിയിൽ ആളുകളുമായി സഹവസിച്ച് സഹകരിച്ച് ആളുകൾക്കിടയിൽ എനിക്ക് നീ സ്ഥാനം ഉയർത്തി തരയണമേ എന്ന്. അതുപോലെ തന്നെ പരലോകത്ത് ചെന്നാൽ അവിടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എനിക്ക് നൽകി നീ എന്നെ ഉയർത്തേണമേ എന്ന്. വർഫഅനി. പിന്നെ വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണം. റിസ്ക് എന്ന് പറയുന്നത് വിശാലമായൊരു ആശയത്തിലാണ്. നമ്മുടെ വീടും പാർപ്പിടവും അതുപോലെ ഭക്ഷണവും വസ്ത്രവും ജീവിത സൗകര്യങ്ങളും ഒക്കെയും എന്താണ്? റിസ്ക്കിൽപ്പെട്ടതാണ്. അത് നൽകുന്നവൻ റാസിഖ് അല്ലാഹുവേ നീ മാത്രമാണ്. അതുകൊണ്ട് നീ എനിക്ക് റിസ്ക് നൽകണമേ, ഉപജീവനം നൽകണമേ എന്ന്. പിന്നെ വഹ്ദിനി, നീ എന്നെ ഹിദായത്തിലാക്കണമേ. വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. കാരണം ഹിദായത്ത് നൽകൽ അതാരാണ്? അള്ളാഹു മാത്രമാണ്. നമ്മളൊന്നും വിചാരിച്ചാൽ ഹിദായത്തിലാവാൻ നമുക്ക് കഴിയില്ല, അല്ലേ? ആ ഹിദായത്തിൻ്റെ പ്രാധാന്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, രാവിലെ വിശ്വാസിയായിരിക്കുന്ന ഒരാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം വിശ്വാസത്തിൽ യഖീനായി വിശ്വാസത്തിലുള്ള ഒരാൾ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും അവിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതാണ് ഹിദായത്ത് എന്ന് പറയാൻ. മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, കൽബാണ്. കൽബ് എപ്പോഴും ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പഠിച്ചവനെ, ആ ചിന്തകൾ മാറാതെ നിൻ്റെ ഹിദായത്തിൽ, നിൻ്റെ ദീനിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട നമ്മൾ. അങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കി, എന്നുണ്ടാവും വല്ലാത്തൊരു സമാധാനം കിട്ടും. അതിന് ഈ ഒരു സമയം മതിയാവൂല എന്നതാണ്. പിന്നെ ആ ഏഴാമത്തേതോ വആഫനി, അല്ലേ? എനിക്ക് നീ സൗഖ്യം നൽകണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. ആലോചിച്ച് നോക്കി, 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സംഗതിയും അതിൽപ്പെട്ടില്ലേ? എല്ലാ കാര്യങ്ങളും ആ ഒരു ഇരുത്തത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നുണ്ട്. പടച്ചവൻ എങ്ങനെ കേൾക്കാതിരിക്കുക? ഉറപ്പായിട്ടും കേൾക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളൊരു മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. ദിക്ർ, അതാണ് ദിക്ർ എന്ന് പറയുന്നത്. പലപ്പോഴും ദിക്റുകൾ നാവ് കൊണ്ട് ഇങ്ങനെ എടുത്ത് പറയുന്നൊരു സമ്പ്രദായം മാത്രമായി മാറി. ദിക്ർ ഹൽക്കകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. കുറേ ഇങ്ങനെ നാവിട്ട് അടിക്കും, അത് അല്ല ദിക്ർ. മറിച്ച് ദിക്ർ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യം മനസ്സുൾക്കൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കി എന്നിട്ട് നാവിലൂടെ എടുത്ത് പറയുന്നതിനെയാണെന്ന് പറയുക, ദിക്ർ എന്ന് പറയുക. അത് തൊണ്ടയുടെ അടിയിലേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വരണം, അതിൻ്റെ ആശയതലം. അപ്പോഴേ ദിക്റാകൂ. നമസ്കാരം എന്ന് പറയുന്നത് മുഴുവനും ദിക്റാണ്. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയാണ്
നമ്മൾ നിരന്തരമായി നമസ്കാരം നിസ്കരിക്കുന്നത് നിലനിർത്തുന്നത് എന്നതാണ്. അതുപോലെ തന്നെ തശഹുദിലുള്ള പ്രാർത്ഥന, അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലാവാത്തു വത്തയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്താ നമ്മൾ പറഞ്ഞത്? വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വേള ഉണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമേ ഉള്ളൂ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനൊരു മുസ്ലിമീങ്ങൾ തമ്മിൽ ലോകതലത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടി ആ നമസ്കാരത്തിലൂടെ നടക്കുന്നുണ്ട് എന്നതാണ്. ഇതോടെ സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവേ നീ ഞങ്ങൾക്കും അതുപോലെ തന്നെ മുഴുവൻ സ്വാലിഹീങ്ങൾക്കും സമാധാനം ചൊരിയണമേ എന്ന്. ആ സ്വാലിഹീങ്ങളാരാ? അതാരുമാകാം. ആരെല്ലാം സ്വാലിഹായി ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെയും നിൻ്റെ സമാധാനം ഉണ്ടാകണം. വല്ലാത്തൊരു പരസ്പരമുള്ള പ്രാർത്ഥനയുടെ കൈമാറ്റമാണ്. അങ്ങനെ നമ്മളൊരു സ്വാലിഹായ ആളാണെങ്കിൽ, ഞാനൊരു സ്വാലിഹായ ആളാണെങ്കിൽ, ആരെല്ലാം നമസ്കാരത്തിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ അതിലൊരു അംശം എനിക്ക് കിട്ടും. ആ രീതിയിൽ അതിൻ്റെ വിശാലമായ ആശയതലത്തിലേക്ക് പോകണം. അങ്ങനൊക്കെ നിസ്കരിക്കുമ്പോൾ മാത്രമാണ് പറഞ്ഞതുപോലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഭയഭക്തിയോടുകൂടി നമസ്കരിച്ച് പരലോകത്ത് വിജയിക്കാൻ കഴിയുക. ഒരാൾ നമസ്കരിച്ചു പോകുന്ന സമയത്ത് അയാളുടെ ഓരോരുത്തരുടെയും പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. ഒരാൾ നമസ്കരിച്ചു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം 10-1, 8-1, 9-1, അങ്ങനെ എണ്ണി ഒന്നുമില്ലാതെ പോകുന്ന ആളുകളുണ്ടാകുമെന്നാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. നമസ്കാരം കൊണ്ടേ നേരത്തെ പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് നമസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമസ്കാരം എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തും. മറ്റു ഭാഗത്ത് പറഞ്ഞതോ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എങ്ങനെ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ, ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവർ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർ. നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം ആളുകളുടെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. വഇദാ ഖാമൂ, ചില ആളുകൾ ഇലസ്സലാത്ത്, അവർ നമസ്കാരത്തിന് നിന്നാൽ ഖാമൂ കുസാല, കുസാല എന്ന് പറഞ്ഞാൽ മടിയൻ എന്നാണ്. മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. യുറാഊന അന്നാസ്, ആളുകളെ കാണിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. മാത്രമല്ല വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ആ നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. ഒരു ചിന്തനങ്ങൾ കിട്ടുമെന്ന് മാത്രം. നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഈ ഒരു ആയത്ത് ഇതിന് സ്കെയിൽ വെച്ച് അളന്നു നോക്കുക, എവിടെ നമ്മൾ നിൽക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ നമസ്കാരത്തെക്കുറിച്ചാണ്. അവ്വലുമാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാഹ്, പരലോകത്തൊരടിമ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടാ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. ആത്യന്തികമായി ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ ആദ്യമായി നിർവഹിക്കേണ്ടതും നമസ്കാരം തന്നെയാണ്. കർമാനുഷ്ഠാനമായിട്ട് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മയിൽ നിർബന്ധമാകുന്ന ഒന്നാമത്തെ ബാധ്യത നമസ്കാരമാണ്. അതുപോലെ തന്നെ പരലോകത്ത് ചോദിക്കുക ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തെക്കുറിച്ച് തന്നെയാണ്.
ആ ഒരു നമസ്കാരവുമായി ബന്ധപ്പെട്ട് ആ ഒരു നമസ്കാരത്തിനോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തി എന്ന് നമ്മൾ ഓരോരുത്തരും ഞാനടക്കം കൃത്യമായി അത് ആലോചിച്ചു നോക്കുകയും വിലയിരുത്തുകയും മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ നമസ്കാരത്തിനുണ്ടാകണമെന്ന് മാത്രമാണ് എന്നോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. ആ ഒരു രീതിയിൽ കൃത്യമായി നമസ്കരിച്ച് പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.